ഇപ്പം നമ്മൾ പറയും എല്ലാവരും സ്പിരിച്വലി അവേക്കൺഡ് ആണെങ്കിൽ നന്നാണ്, ശരിയാണ്, നല്ലതാണ്. അത്രയും മനോഹരമായിട്ടൊരു ഒരു ലോകം വേറെ ഉണ്ടാവില്ല. പക്ഷെ അത് പോസിബിൾ ആണ്. പോസിബിൾ ആകുന്നത് മതങ്ങൾ അവിടെ ഇടപെടണം. മതങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ മതങ്ങൾ അതിൻ്റെ ടെക്നിക്കാലിറ്റിയിൽ നിന്നും അതിൻ്റെ റിച്വൽസിൻ്റെ ആ ഒരു എന്താ പറയുക തീവ്രതയിൽ നിന്നും മാറിയിട്ട് ഇതെന്തിനാണ്, ഇതിൻ്റെ എയിം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ മതങ്ങളും അതിലുള്ള സ്പിരിച്വാലിറ്റിയെ ഉണർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ ഈ പറഞ്ഞ സുന്ദരമായൊരു തറവാട് ഇവിടെ ഉണ്ടാവും. ഈ കാലഘട്ടത്തിൽ ഈ സ്പിരിച്വാലിറ്റിക്കുള്ള റെലവൻസ് ശരിക്കും എന്താണ്? അതെ, യെസ്, വളരെ നല്ലൊരു ഒരു ചിന്തയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ പുതിയ കാലഘട്ടം സ്പിരിച്വാലിറ്റി എന്നാൽ ദ റിലീജിയൻ ഓഫ് ദ വേൾഡാണ്. പുതിയ ലോകത്തിൻ്റെ മതമായി മാറാൻ സ്പിരിച്വാലിറ്റി പോകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഥവാ ഇൻ്റലക്ച്വലിസം അതിൻ്റെ പാരമ്യതയിലാണ്. കാരണം എല്ലാവരും ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നത്. ഈ ഒരു സ്ഥാപനം നടക്കണമെങ്കിൽ നല്ല ബുദ്ധി വർക്ക് ചെയ്യണം അല്ലേ, നല്ല എഫേർട്ട്, നല്ല സ്കിൽ, ഇതൊക്കെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയാണ്. അതുപോലെ ടെക്നോളജി അതിൻ്റെ ഏറ്റവും സൂപ്പറായിട്ടുള്ള വേർഷനിലേക്ക് എത്തുകയാണ്. AI യുടെ ലോകത്തേക്ക് എത്തുകയാണ്. ഭാവനയിൽ പോലും AI ഇടപെടുകയാണ്.